സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. വയനാട്ടിലെ മുണ്ടക്കയിൽ കേരളം രൂപീകൃതമായതിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് സംഭവിച്ചപ്പോൾ കേരളം മലയാളികൾ ഒരൊറ്റ മനസ്സായാണ് അവിടേക്ക് എത്തിയത്. രക്ഷാപ്രവർത്തനത്തിന്, മണ്ണിനടിയിൽപ്പെട്ടുപോയ ശരീരങ്ങൾ കണ്ടെത്തുന്നതിന്, മറ്റ് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് ഒക്കെ മലയാളികൾ ഒറ്റ മനസ്സായി അവിടെ പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടേക്ക് എത്തിയ ആളുകൾക്ക് സഹായം നൽകുന്നതിന്, രക്ഷപ്പെട്ട ആളുകൾക്ക് ക്യാമ്പുകളിൽ സഹായം നൽകുന്നതിന്, അവരെ താൽക്കാലികമായെങ്കിലും പുനരധിവസിപ്പിക്കുന്നതിന്, അവർക്ക് വേണ്ട സഹായങ്ങൾ, സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് ഒക്കെ മലയാളികൾ ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ആഴ്ചകൾക്കിപ്പുറം അതേ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ പേരിൽ വലിയ തോതിലുള്ള വാഗ്വാദങ്ങൾക്കും തർക്കവിതർക്കങ്ങൾക്കും കേരളം സാക്ഷിയാവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ സർക്കാർ ചെലവഴിച്ചു എന്ന പേരിൽ ഒരു കണക്ക് പുറത്തു വന്നതാണ്. മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ, സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ എന്നൊക്കെ വിധത്തിൽ സർക്കാർ പണം ചെലവിട്ടു എന്നുള്ള മട്ടിൽ ഒരു കണക്ക് പുറത്തു വന്നു. യഥാർത്ഥത്തിൽ അത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനുള്ള നിവേദനത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ കണക്കുകളായിരുന്നു എന്ന് പിന്നീട് വ്യക്തമാക്കപ്പെട്ടു. അപ്പോഴുണ്ടായ സംഗതി, ഈ കണക്കുകൾ ഊതിപ്പെരുപ്പിച്ചതാണ്. ഈ ഊതിപ്പെരുപ്പിച്ച കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചാൽ കിട്ടേണ്ട സഹായം പോലും കിട്ടാതെ പോകും എന്ന ആക്ഷേപമായിരുന്നു. ആ തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഇൻസൈറ്റിൽ ഈ വിഷയം സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ KJ ജേക്കബാണ്. ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, ഇത് കേരളം രൂപീകൃതമായതിനു ശേഷം ഉണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിട്ടും 300-ലധികം പേർ മരിച്ചിട്ടും പ്രധാനമന്ത്രി നേരിട്ട് വന്ന് സഹതാപ പ്രകടനങ്ങൾ നടത്തി തിരിച്ചു പോയതിനു ശേഷവും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു സഹായവും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഇതാദ്യമായല്ല കേരളത്തിന് ഈ അനുഭവം ഉണ്ടാകുന്നത്. 2019 പ്രളയസമാനമായ സാഹചര്യം കേരളത്തിലുണ്ടാവുകയും അതിൻ്റെ ഭാഗമായി നഷ്ടപരിഹാരങ്ങളുടെ നഷ്ടങ്ങളുടെ കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ട് അന്നും കേരളത്തിന് പ്രത്യേകിച്ച് നഷ്ടപരിഹാരമൊന്നും കിട്ടിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. ജേക്കബ്, നമ്മൾ ആദ്യം ഈ ചെലവ് കണക്ക്, ഇത് ചെലവഴിച്ചതിൻ്റെ കണക്കാണ് എന്നത് സംബന്ധിച്ചൊരു വിവാദത്തെ നമ്മൾ തൽക്കാലം ഉപേക്ഷിക്കുക. ഈ ഊതിപ്പെരുപ്പിച്ച കണക്ക് എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമുക്കെടുക്കാം. യഥാർത്ഥത്തിൽ ഇതിനെ നമ്മൾ ഊതിപ്പെരുപ്പിച്ച കണക്കായിട്ട് കാണണമോ, അതോ സാധാരണ നിലയ്ക്ക് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങൾ സ്വാഭാവികമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ കണക്കായിട്ട് ഇതിനെ കാണണോ? എങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്? ഇത് നമ്മളായിട്ട് പ്രത്യേകിച്ച് രൂപത്തിൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊരു സെറ്റ് ഫോമാറ്റ് ഉണ്ട്. അത് വളരെ ലളിതമാണത്. ചില കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണത്തിന് ലിമിറ്റ് ഉണ്ട്, ചില കാര്യങ്ങളിൽ ലിമിറ്റ് ഇല്ല. ഇത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിനകം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ടീം കേരളത്തിൽ വന്നിരുന്നു. അവരുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം കൂടിയാണ് ഈ മെമ്മോറാണ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എത്രയോ പ്രാവശ്യം നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇതിനകം ചർച്ച ചെയ്തു. ഒരു വീട് നഷ്ടപ്പെട്ടു പോയാൽ 1,30,000 രൂപയാണ് സംസ്ഥാനത്ത് കിട്ടുക കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച്. അതേസമയം നമുക്ക് 1,30,000 എന്ന് പറയാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ സാധാരണയുള്ള ഒരു വീടിന്റെ അടിത്തറ ഇടാനുള്ള പൈസയാവുന്നുണ്ട്. ബാക്കിയുള്ള പൈസക്ക് നമ്മൾ വേറെ പോകണം. അപ്പൊ ഇത് കേരളത്തില് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും കേന്ദ്ര മാനദണ്ഡങ്ങൾ സംസ്ഥാനത്തെ വളരെ അപകടകരമായി ബാധിക്കുന്നു എന്നുള്ള നിലവിളി എത്രയോ കാലമായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് സാധാരണ മനുഷ്യർ അവരവരുടെ ജീവിതം കൊണ്ട് നടക്കുമ്പോൾ കേന്ദ്ര മാനദണ്ഡം എന്താണ്, സംസ്ഥാന മാനദണ്ഡം എന്താണെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടൊന്നുമല്ല മനുഷ്യർ കേരളത്തിൽ ജീവിക്കുന്നത്. പക്ഷെ ഇത് മനുഷ്യരോട് പറയുന്ന പത്രക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഓരോ മനുഷ്യർ ഓരോ പണിയെടുക്കുമ്പം അവർക്ക് വിവരം എത്തിക്കുക എന്നുള്ള പണിയാണ് പത്രക്കാരെടുക്കുന്നത്. അവർ വിഡ്ഢികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള അസംബന്ധങ്ങൾ അവർ എഴുന്നള്ളിക്കും. അപ്പോൾ മനുഷ്യർ അത് ശരിയാണെന്ന് വിചാരിക്കും. കാരണം ഈ വിവരം തപ്പി ഓരോ സമൂഹവും വിവരം അവർക്ക് സംഘടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പത്രക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഈ നാട്ടുകാരുടെ ഗതികേട്ടിന് പരമവിഡ്ഢികളായ മനുഷ്യർ പത്രക്കാരുടെ രൂപത്തിൽ അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ നോംസ് ഒന്നും ഇല്ല, ഇതെല്ലാം കണക്കാണ് എന്ന് പറയും നാട്ടുകാരോട് പറയും. അവർ ചിലരെങ്കിലും വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ വേറെ ഇതിന് പറയും ആൾക്കാർ നടന്ന് വിശദീകരിക്കേണ്ടി വരും. അപ്പൊ ഈ നോംസുമായി ബന്ധപ്പെട്ട ചർച്ച എത്രയോ വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ
നമുക്കുണ്ടാകുന്ന ഒരു ഒരു റബ്ബർ തോട്ടത്തിൽ കാറ്റടിച്ചു, റബ്ബർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റബ്ബറിന് എന്ത് നഷ്ടമാണ് കൊടുക്കേണ്ടത്, ഒരു തെങ്ങിന് എന്ത് നഷ്ടമാണ് കൊടുക്കേണ്ടത് അറിയത്തില്ല. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം നമുക്ക് കിട്ടുന്ന വളരെ ചെറിയ പിന്നെ പണമാണ്. അതേസമയം നെല്ലിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതൽ പണം കിട്ടും. ഈ അനോമലി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പൊ ഇത് കേന്ദ്ര സർക്കാരിൽ ഇരിക്കുന്ന അല്ല അവിടെ നിന്ന് വരുന്ന ടീമിലുള്ള ആൾക്കാർ ഇവിടെയുള്ള പത്രക്കാരെ പോലെ മരപ്പൊട്ടന്മാരല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ പ്രശ്നം മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് എങ്ങനെ ഇത് ഓവർകം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ അവരും സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ഉണ്ടാക്കുക. അപ്പൊ അവരാണ് ഇത് പറയുക. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വീടിന് 1.30 കിട്ടുള്ളൂ, നിങ്ങളിപ്പോൾ 10 ലക്ഷം എന്ന് എഴുതി വെച്ചാൽ 1.30 പരമാവധി ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവ് അപ്പം ഏറ്റവും എക്സ്ട്രീം പൊസിഷനിലേക്ക് എടുക്കും. ഇപ്പൊ എന്നോടൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കോക്കിയുടെ സമയത്ത് 100 കിലോമീറ്റർ അകലെയായിരിക്കും ചിലപ്പോൾ നമുക്കൊരു മൃതദേഹം കിട്ടുക. അതുകൊണ്ട് കൊണ്ടുവന്ന് അത് ഫ്രീസറിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് അതിന്റെ DNA പരിശോധന നടത്തി പിന്നെ അത് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും അവസാനത്തെ ചെലവ് വരെ. എന്നിട്ട് അത് അവസാനം നമ്മൾ ദഹിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ സ്ഥലം വാങ്ങി ദഹിപ്പിക്കേണ്ട ചെലവ് വരെ എക്സ്ട്രീം. അപ്പൊ ആ പണം കൊടുത്താൽ അതിനുള്ള എത്ര രൂപ വേണമെങ്കിലും എഴുതാം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീടിന് കിട്ടാത്ത പണമാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, അതല്ലാതെ ഇതാരും ചെലവാക്കിയ പണമല്ല. ഇത് ചെലവാക്കിയ പണമാണ് എങ്കിൽ നിർബന്ധമായിട്ടും നമ്മളത് ഓഡിറ്റ് ചെയ്യണം. ഇങ്ങനെ 75,000 രൂപ അല്ലെങ്കിൽ 1,75,000 രൂപ വെച്ച ഒരു ബോഡി നമ്മൾ സംസ്കരിക്കാൻ നമ്മൾ ചെലവാക്കിയതായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും കണക്കിലുണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അത് എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഇത് ചോദ്യം ചെയ്യണം. അതേസമയം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധാരണ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ എത്രയോ കാലമായിട്ട് പിന്തുടരുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ഉള്ള ഒരു ധാരണയുടെ പുറത്ത് പിന്തുടരുന്ന ഒരു കാര്യമാണ് ഇത്. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചാൽ അത് മാറ്റേണ്ടത് കേന്ദ്ര സർക്കാരാണ്. എത്രയോ കാലമായി പിന്തുടരുന്ന ഒരു രീതിയാണ്. കേന്ദ്ര സർക്കാരാണ് ഓരോ സംസ്ഥാനങ്ങളും അവരവരുടേതായ രീതിയിൽ സത്യസന്ധമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരവരുടെക്കുണ്ടായ നഷ്ടം കേന്ദ്ര സർക്കാരെ അറിയിക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണുള്ളത്, സംസ്ഥാനങ്ങളെ വിശ്വസിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ, കേന്ദ്ര സർക്കാരിനും ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഉയർന്നു വന്നൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഉയർന്ന തുക അവതരിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മളിത് കൂട്ടിയെഴുതുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കൂട്ടിയെഴുതലല്ല, ചിലതിന് കുറച്ചേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഇപ്പോൾ വീട് തകർന്നാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1,30,000 രൂപയെ പരമാവധി കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് പോരാതെ വരും. അപ്പോൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഇനങ്ങളിൽ കൂടുതൽ തുക എഴുതി അവതരിപ്പിക്കുക എന്നുള്ള രീതി, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എല്ലാ സംസ്ഥാന സർക്കാരുകളും എല്ലാ പ്രകൃതി ദുരന്തങ്ങളുടെയും സാഹചര്യത്തിൽ ചെയ്യുന്നൊരു കാര്യം മാത്രമാണ്. ഇതിനു മുമ്പും കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം നമ്മൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളിലൊക്കെ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. എത്രയോ കാലമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഈ കണക്കുകൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഒരു വീട്ടിലേക്ക് 50,000 രൂപയുടെ തുണി കൊടുത്ത കഥകളൊക്കെ, തുണി വേണം എന്നൊക്കെ പറഞ്ഞ് എടുത്ത കഥകളുണ്ട്, നമ്മുടെ തന്നെ കണക്കിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത് കൂടുതൽ പണം എഴുതിയത് കൊണ്ടാണ് തരാത്തതെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പരമവിഡ്ഢിതരെ എഴുന്നള്ളിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഇത്തിരി രൂക്ഷമായിട്ടുണ്ടെന്ന് നിങ്ങൾ ക്ഷമിക്കണം. ഈ പമ്പര വിഡ്ഢിത്തരം മനുഷ്യരെ പറഞ്ഞ് ഈ പത്രക്കാർ എത്രത്തോളം വിഡ്ഢികളാണോ അത്രത്തോളം വിഡ്ഢികളാണ് നാട്ടുകാർ എന്നുള്ള മട്ടിലുള്ള കണക്കിലാണ് ഇവർ പറഞ്ഞു നടക്കുന്നത്. എത്ര എഴുതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അത് ഞാൻ വേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വലിയ നാശനഷ്ടം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വലിയ കണക്കുകൾ കൊടുത്തിട്ട് 0 രൂപ കിട്ടിയ കഥകളുണ്ട്. 0 ഒറ്റ രൂപ കിട്ടാത്ത സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഏത് കണക്ക് എഴുതി കൊടുത്തല്ലോ. അപ്പൊ ഈ കണക്കിലല്ല കാര്യം. ആന്ധ്രാപ്രദേശിലും 30-ലധികം പേരോ മറ്റോ മരിച്ചു. കേന്ദ്ര സർക്കാർ പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷിമന്ത്രി അവിടെ എത്തി 3,440 കോടി രൂപയുടെ SDRF-ൽ നിന്ന് സഹായധനം പ്രഖ്യാപിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് അവിടുത്തെ മുഖ്യമന്ത്രി 6,000, അതിന് നേരെ ഇരട്ടി പൈസയുടെ കണക്ക് കൊടുക്കുന്നത്. അതിന് വിശദമായിട്ട് കണക്കുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല, കാരണം അതൊന്നും വെബ്സൈറ്റിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഈ കൊട്ടത്താപ്പ് കണക്കുണ്ടായിരുന്നു 6,000 നേരെ
പിന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ എത്ര കൊടുക്കാമെന്ന് പറഞ്ഞു, അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിലും മനുഷ്യർ കേട്ടാൽ മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കണക്കുകൾ പിന്നെ പെരുപ്പിച്ച കണക്കാണ് എന്ന് പറയുന്നത് അസമ്മതം. ഇതൊന്നും കണക്കേ അല്ല. ഇത് കേന്ദ്ര സർക്കാരിന് പണം തരണമെങ്കിൽ തരാനുള്ള ഒരു വഴി, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് യാതൊരു സാങ്കത്യവുമില്ല. ഇത് പണം ചെലവാക്കിയതാണ് എന്ന് പറഞ്ഞ മട്ടിൽ എന്ന് മാത്രമല്ല രാജീവ്, ഇത് സഹിക്കാൻ വയ്യാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിനെ പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെടുത്തി. ഇപ്പൊ എന്റെ പോസ്റ്റിന്റെ മിനിയാത്ത് ഇത് തുടങ്ങുമ്പോൾ എന്റെ കണ്ണു മുമ്പിൽ ആദ്യം വരുന്നത് എല്ലാവരും ഇനിയും ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ സംഭാവന ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഡയറക്റ്റ് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പണം മുഴുവൻ ഈ ഇവിടുത്തെ സർക്കാരും CPM-കാരും കൂടി ഈ പണം മുഴുവൻ കൊള്ളയടിക്കുകയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം ഈ രൂപത്തിൽ ചെലവാക്കുന്നു, കേന്ദ്ര സർക്കാരിന് കള്ളക്കണക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ഒന്നുകിൽ ആ പണം അവിടെ നിന്ന് വാങ്ങി ഇവർ പുട്ടടിക്കുന്നു, അതല്ലെങ്കിൽ കള്ളക്കണക്ക് കൊടുത്തത് കൊണ്ട് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞു നടക്കുന്ന മനുഷ്യരെ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. ഇതൊരു അതിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന വർത്തമാനം പറയുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിന് ഒരന്തവുമില്ല, വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ചെലവഴിക്കുന്ന ഓരോ രൂപയ്ക്കും കണക്കുള്ള, നമുക്കതിൽ എതിർപ്പുണ്ടാവും, ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. ഓരോ രൂപയ്ക്കും കണക്കുള്ള മുഖ്യമന്ത്രി നമ്മുടെ ലോകത്തിലെ മനുഷ്യർ, മലയാളികളല്ലാത്തവർ മുഴുവൻ വിശ്വസിക്കുന്ന ഒരു ഫണ്ടിനെതിരെ നടത്തുന്ന ക്രിമിനൽ ആയിട്ടുള്ള ഗൂഢാലോചനയും ദുഷ്പ്രചരണവുമാണ് നടക്കുന്നത്. അവർക്കെതിരെ അതിലൊക്കെ കേസെടുക്കാൻ നിയമമുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ അതിനൊക്കെ ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവരെയൊക്കെ നേരിടേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് രാജീവ് ചോദിച്ചതിൻ്റെ ഉത്തരമാണെങ്കിൽ ഈ എക്സാജറേറ്റഡ് കണക്ക് കൊണ്ടൊന്നും അല്ല കേന്ദ്ര സർക്കാർ പണം തരുവോ തരാതിരിക്കുകയോ ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പിന്നെ 2,900 കോടി രൂപ കിട്ടിയിരിക്കുന്നത് 2018 പിന്നെ പ്രളയത്തിന് സമയത്താണ്. നമ്മൾ കൊടുത്ത കണക്ക് 4,000 ചില്ലറ കോടി രൂപയുടെ നഷ്ടം ചോദിച്ചു, 2,900 കോടി രൂപ നമുക്ക് കിട്ടി. അതേസമയം അതിനു മുമ്പ് 2012-13 മറ്റോ നമ്മൾ വലിയ 4,000 ചില്ലറ കോടി രൂപയുടെ കണക്ക് ചോദിച്ചു 60 കോടി മറ്റാണ് കിട്ടിയത്. അപ്പൊ അതിനൊന്നും ഞാനതിൽ ഒരു കൊട്ടത്താപ്പ് എടുത്തു വെച്ച് നോക്കി. അപ്പം 2018 പ്രളയത്തിന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 100 രൂപ നമ്മൾ ചോദിച്ചാൽ, ബാക്കിയുള്ള ഞാൻ നോക്കുമ്പോൾ ഏകദേശം 11,000 കോടി രൂപ നമ്മൾ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് ഏകദേശം 250 കോടി രൂപ മറ്റാണ് നമുക്ക് ആകെ കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റേ 2018 ഇത് ഒഴിച്ചാൽ ബാക്കി ദുരിതാശ്വാസ നിധിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും 100 രൂപ ചോദിച്ചാൽ 2.5 രൂപ കിട്ടുന്ന അവസ്ഥയാണുള്ളത്. അപ്പം നേരത്തെ കൊടുത്ത കണക്കുകളൊക്കെ എക്സാജറേറ്റഡ് ആയിരുന്നു, ഇപ്പൊ കൊടുത്ത കണക്ക് എക്സാജറേറ്റഡ് ആയിരുന്നു. അപ്പൊ ഈ കണക്കിലല്ല കാര്യം എന്നുള്ളത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഒരു മാനദണ്ഡമാണ്. ആ മാനദണ്ഡത്തിൽ സംസ്ഥാന സർക്കാരിന് കിട്ടാൻ സാധ്യതയുള്ള പണം ചില കാര്യങ്ങൾക്ക് വളരെ ഫിക്സഡ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടുക. ചില കാര്യങ്ങൾ അതിന്റെ ആക്ച്വൽ ചെലവ് എത്രയാണെന്ന് വെച്ചാൽ അത്രയും തരാൻ കേന്ദ്ര സർക്കാരിന് പറ്റും, ആവശ്യമായാൽ പറ്റും. അപ്പോൾ അങ്ങനെ കേന്ദ്ര സർക്കാരിന് തരാൻ തിരുവള്ള ഉണ്ടായാൽ നമുക്കത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇതിനൊക്കെ കണക്കുള്ള കാര്യമാണ്. രാജീവ്, ഇതിന്റെ വേറൊരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പണം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടിയതായാലും ശരി, സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിലേക്ക് വരുന്ന പണമായാലും ഈ ഓരോ പണവും ചെലവാക്കിയതിനെ കുറിച്ചുള്ള ഓഡിറ്റ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള നിങ്ങൾക്ക് വെറുതെ ആ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. ബാക്കിയുള്ള അതടക്കമുള്ള മുഴുവൻ കണക്കുകളും ഓഡിറ്റഡ് ആണ്. അപ്പം CAG അത് ഓഡിറ്റ് ചെയ്യും. ഒരു നമുക്ക് ശവസംസ്കാരത്തിന് എത്ര രൂപ ചെലവ് സംസ്ഥാന സർക്കാരിന് ചെലവ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഓഡിറ്റിങ്ങിന്റെ കണക്ക് നമുക്ക് അവൈലബിൾ ആവും. നമ്മളിത് പലചരക്ക് കച്ചവടം നടത്തി വൈകുന്നേരം ആകുമ്പം കണക്ക് സെറ്റിൽ ചെയ്ത് വീട്ടിൽ പോകുന്ന പരിപാടിയല്ല സർക്കാരിന്റെ പരിപാടികൾ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ധാരണ കൂടി നമുക്കുണ്ടായിരിക്കണം. പൗരന്മാരെന്ന നിലയ്ക്ക് നമുക്കുണ്ടായിരിക്കണം. സർക്കാരിന് പണം ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, മിനിമം 3 മാസമെങ്കിലും എടുക്കും നമ്മളിതിന്റെ ഒരു പ്രിലിമിനറി കണക്കെങ്കിലും ഉണ്ടായി വരാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോഴും ആ പണി പല രൂപത്തിലുള്ള പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആരും പിന്നെ ഒരു കൊട്ടത്താപ്പ് കണക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഒരു മിനിമം 3 മാസം എടുക്കും. ഇപ്പൊ നമുക്കിത് 1.5 മാസമായേ ഉള്ളൂ. മിനിമം 3 മാസം എടുക്കും നമുക്ക് ഇതിന്റെ ഒരു കണക്കുകളിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് വരാൻ വേണ്ടിയിട്ട്. അത് പ്രാഥമിക ധാരണ, ഫൈനൽ ധാരണ എന്നുള്ളത് ഇത് CAG ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് വരും. അപ്പൊ നമുക്ക് അറിയാം. അതിനു മുമ്പ് നടത്തുന്നതൊക്കെ കള്ളപ്രചരണമാണ്. കള്ളപ്രചരണം എന്ന് പറഞ്ഞാൽ പച്ച നുണ മനുഷ്യരെ പറഞ്ഞ് പിന്നെ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന രൂപത്തിലുള്ള നുണകൾ പറഞ്ഞ് മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള, മലയാളികളെ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയപരമായിട്ടും സത്യത്തിൽ
നിയമപരമായിട്ടുമാണ് നേരിടേണ്ടത്. റൈറ്റ്. നമ്മളിത് പറയുമ്പോഴേ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2018 നമുക്ക് കേരളം ആവശ്യപ്പെട്ടതിൻ്റെ ഏതാണ്ട് പകുതി എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലുള്ളൊരു നഷ്ടപരിഹാരം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നു, ഒരു ദുരിതാശ്വാസ സഹായം എന്നുള്ള നിലയിൽ. അതുതന്നെ കേരളം വളരെ അത്യസാധാരണമായ ഒരു പ്രളയത്തിലൂടെ കടന്നുപോയതിന് ശേഷമുള്ള കണക്കിൻ്റെ ബാക്കിയായിട്ടാണ് ആ തുക ലഭിക്കുന്നത്. അതേസമയം 2018 അത്രയും ഉണ്ടായില്ലെങ്കിൽ പോലും ഏതാണ്ട് സമാനമായൊരു പ്രളയ സാഹചര്യം കേരളം അഭിമുഖീകരിച്ചിരുന്നു. അന്ന് ₹1 പോലും കേരളത്തിന് നഷ്ടപരിഹാരമായിട്ട് കിട്ടിയില്ല. പക്ഷേ 2019 കേരളത്തിനൊപ്പം കേരളത്തിൻ്റെ അത്രയും പ്രളയ സമാന സാഹചര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് സംശയമുണ്ട്, അനുഭവിച്ച മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ധനസഹായം അനുവദിക്കുകയും ചെയ്തു. ഒന്ന് ഉത്തർപ്രദേശാണ്, ഒന്ന് മഹാരാഷ്ട്രയാണ്. അങ്ങനെ അന്ന് BJP ഭരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ നഷ്ടപരിഹാരം അനുവദിച്ചിരുന്നു. അപ്പോൾ ഈയൊരു പ്രശ്നം കേരളം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആന്ധ്രയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, കേന്ദ്രമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തിയതിൻ്റെ തൊട്ട് പിറകെ 3000 ചില്ലറ കോടി റുപ്യ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് പോയി. അത് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അത്രയും സഹായം ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇവിടെ പ്രധാനമന്ത്രി വന്നു, പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞു, ആ നാടകീയ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു അടിയന്തര ധനസഹായം പോലും പ്രഖ്യാപിക്കാതെയാണ് അദ്ദേഹം മടങ്ങിയത്. ഈ കണക്ക് സമർപ്പിച്ചിട്ട് ഇത്രയും ദിവസമായി, ഇതുവരെ എന്തെങ്കിലും ഒരു നടപടി കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കലായ ചില വിവേചനം അനുഭവിക്കുന്നുണ്ട് നമ്മൾ എന്ന് പറഞ്ഞുകൂടെ? ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ കള്ളക്കണക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ വസ്തുത, അതായത് കേരളത്തിലെ ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതാവുകയും 400ഓളം മനുഷ്യർ ഇല്ലാതാവുകയും ചെയ്ത അതിഭീകരമായിട്ടുള്ള ഒരു ദുരന്തം നടന്നിട്ട് അതിൽ ₹1 പോലും കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ട് താൽക്കാലിക ആശ്വാസമായിട്ട് പോലും നമുക്ക് പണം ഇപ്പോഴും നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെലവഴിക്കും, നമ്മളെ പണം നമ്മളത് റേസ് ചെയ്യും, അത് നമ്മൾ കണ്ടെത്തും. കേരളീയൻ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണം തന്നാലും ഇല്ലെങ്കിലും, കേന്ദ്ര സർക്കാർ പണം തന്നാലും ഇല്ലെങ്കിലും നമ്മളത് ചെയ്യുമെന്നുള്ള കാര്യം. ഇത് അതിക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ വിവേചനം കേരളത്തിനെതിരെ കാണിക്കുന്നു എന്നുള്ള സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉഡായിപ്പ് പണി കൂടിയാണ് ഇപ്പം കേരളത്തിലെ ഒരു പറ്റം മാധ്യമങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം 2 വലിയ പ്രളയങ്ങളുണ്ടായി. ഒന്ന് ചെന്നൈ സിറ്റിയിൽ പ്രളയമുണ്ടായി, പിന്നെ ഒന്ന് നമ്മുടെ അയൽവക്കത്തുള്ള 2 ജില്ലകളിൽ, തെക്കൻ ജില്ലകളിൽ പ്രളയമുണ്ടായി. ഇത് രണ്ടിലും കൂടി സംസ്ഥാന സർക്കാർ 36,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന്. കാരണം ചെന്നൈ സിറ്റിയിൽ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരം, നമ്മുടെ കൊച്ചിയെ പോലെയാണ്. അപ്പോൾ ഒറ്റ വെള്ളം വന്നു കഴിഞ്ഞാൽ പൊങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള പരമാവധി ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. എന്നിട്ടും കഴിഞ്ഞ വർഷം വലിയ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് ദുരിതം ഉണ്ടായി. അതിന് ഈ രണ്ടും കൂടി 36,000 കോടി രൂപയോ മറ്റാണ് സംസ്ഥാന സർക്കാർ ചോദിക്കുന്നത്. ₹1 ഇതുവരെ സംസ്ഥാന സർക്കാർ ഒറ്റ ₹1 ഇതുവരെ കിട്ടിയിട്ടില്ല. കേന്ദ്രമന്ത്രിമാരൊക്കെ വന്ന വിശദമായ ചർച്ചകളും പിന്നെ സന്ദർശനങ്ങളും ഒക്കെ നടത്തി. അതിനു പുറമെ പല പ്രാവശ്യമായിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനോട് കണ്ട് സംസാരിക്കുന്നു, കത്തുകൾ എഴുതുന്നു. എനിക്കൊന്ന് ഒരു മാസം ഒരു പ്രാവശ്യം വെച്ചെങ്കിലും പുള്ളി ഇത് കേന്ദ്ര സർക്കാരിന് ഉറപ്പിക്കും. ₹1 ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രൂരതയാണ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പണം അനുവദിച്ചിട്ടുണ്ട്, ഇതിനൊക്കെ പണം അവിടെ വകവെച്ചിട്ടുണ്ട്. അതൊരു സഞ്ചിത നിധിയാണ്. അതിൻ്റെ അകത്ത് നിന്ന് ഒരു ന്യായമായിട്ടുള്ള പണം, അതായത് സംസ്ഥാന സർക്കാരുകൾ ചോദിക്കുന്ന പണം മുഴുവൻ കൊടുക്കണം എന്നുള്ളതല്ല, ഒരു മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഈ വലിയ ദുരന്തം അനുഭവിക്കുമ്പം ആ മനുഷ്യർ വലിയൊരു അതിൻ്റെ അകത്ത് നിന്ന് അവരുടെ അന്തസ്സിന് ഭയങ്കരമായിട്ടുള്ള കേടുണ്ടാകാത്ത വിധത്തിൽ ജീവിച്ചു പോകാനുള്ള ഒരു പണം കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. പ്രാഥമികമായിട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെയാണ്. അതിൽ കേന്ദ്രത്തിന് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മളൊരു സഞ്ചിത നിധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി അതിന്റെ പ്രതികരണ നിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് കേരളത്തിനും തമിഴ്നാടിനും ₹1 പോലും കിട്ടാതിരിക്കുകയും കേന്ദ്ര സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന തെലുങ്കുദേശം ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ ഒഴുക്കുകയും ചെയ്യുന്ന അതിവിചിത്രമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള നിലപാട്
പുറത്തു വരാതിരിക്കാനുള്ള, അതല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു നമ്പർ കൂടിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കേരളം പോലെ സാമാന്യം എഴുതാനും വായിക്കാനും അറിയാവുന്ന മനുഷ്യർ ധാരാളം ജീവിക്കുന്ന ഒരു നാട്ടിൽ വന്ന് ഇമാതിരിയുള്ള കള്ളക്കണക്ക് അവതരിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം കുടിലത ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതിനെക്കുറിച്ചുള്ള ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അത് നമ്മൾ സമ്മതിക്കേണ്ടി. ഇവർക്ക് ഈ രാജ്യത്ത് സംഭവിക്കുക ഈ കള്ളക്കണക്ക് പറഞ്ഞ മാധ്യമങ്ങൾക്കും ഇത് ഉണ്ടാക്കിവിട്ട ജേർണലിസ്റ്റുകൾക്കും ഈ രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ ഇല്ല എന്ന് അവർ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാം. അതല്ല എങ്കിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ക്രൂരതയാണ്. ഇതിൻ്റെ പൊളിറ്റിക്സ് ഇവർക്ക് മനസ്സിലാവാത്തതല്ല. ഒന്നുകിൽ അവർ പറയണം ഞങ്ങൾക്ക് ഇതിന്റെ പൊളിറ്റിക്സ് മനസ്സിലാവുന്നില്ല എന്ന് പറയണം. ജേക്കബ് ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ പൊളിറ്റിക്സ് മനസ്സിലാവുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴേ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് കേരളം സുപ്രീം കോടതിയിൽ പോയിരുന്നു. കേരളത്തിന് അനുവദിച്ച പരിധിയിൽ ഉൾപ്പെട്ട കടം എടുക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് കേരളം സുപ്രീം കോടതിയിൽ പോയിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ് നിങ്ങൾ ഈ ഹർജി പിൻവലിക്കുകയാണെങ്കിൽ കടമെടുക്കാൻ അനുവാദം കൊടുക്കാം എന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത്, അല്ലെങ്കിൽ കേരളത്തോട് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അവസാനം ഏതാണ്ട് 13,000-ലധികം കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അനുവാദം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുന്ന ഒരു സാധ്യത, അത് കേരളത്തിന് അർഹിക്കുന്ന പണം എടുക്കുന്നതിന് വേണ്ടി പോലും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം കണ്ടതാണ്. അപ്പോൾ ഈ വിവേചനം, അല്ലെങ്കിൽ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുക എന്നുള്ള ഒരു നയം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായൊരു കാര്യമാണ്. അത് മുന്നിൽ നിൽക്കെ, അത് നമ്മൾ വാർത്തയായി കണ്ടതാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഇതൊക്കെ സംഭവിച്ചതാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഇങ്ങനൊരു വിവേചനമില്ല എന്ന് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന നമ്മളാണോ മണ്ടന്മാർ? ഒന്നുകിൽ അവർ മരപ്പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്ന് അവർ വിചാരിക്കുന്നത്. മറ്റേ സിനിമ പഞ്ചാബി ഹൗസ് സിനിമയ്ക്കകത്ത് പറയുന്ന പോലെയാണ്, ഈ പണം കൊടുത്തു കഴിയുമ്പോൾ ഇവന് സംസാരിക്കാൻ ഇവൻ വലിയ ബില്ല് വന്നു കഴിഞ്ഞു കഴിയുമ്പം ഇത് ഇവന് സംസാരിക്കാൻ പറ്റുന്നത് ഇവൻ പൊട്ടനാണ് എന്ന് പറയുമ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ നീയും പൊട്ടനാക്കി ഇവനും പൊട്ടനായിരിക്കും, പക്ഷേ ഞാൻ പൊട്ടനല്ല എന്ന് പറഞ്ഞതുപോലെ മലയാളികളെ പൊട്ടന്മാരാക്കാനുള്ള വലിയ ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്ത് നേരത്തെ പിടിച്ച് നടക്കുന്നുണ്ട്. ഇത് നമ്മളിതിനകത്ത് കാണേണ്ടത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് രാജീവ്. ഒന്ന്, ഒത്തിരി മനുഷ്യരുടെ വിചാരം ഈ സംസ്ഥാനത്തിന്റെ മേലധികാരിയാണ് കേന്ദ്രം എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിൾ, നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് അങ്ങനെയാണ്. അതിന്റെ പ്രയാമ്പിൾ കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ 1-ാമത്തെ അനുച്ഛേദം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ ഒരു സങ്കലനമാണ് നമ്മുടെ രാജ്യം എന്നുള്ളതാണ്. എന്നിട്ട് അപ്പം നമ്മുടെ രാജ്യം, ഭാരതം എന്നുള്ള നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില അറേഞ്ച്മെന്റ് ഉണ്ട്. അത് പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് ചില അധികാരങ്ങൾ, കേന്ദ്ര സർക്കാരിന് ചില അധികാരങ്ങൾ, ചില അധികാരങ്ങളുടെ പുറത്ത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ, രണ്ടുപേരും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം. ആ അധികാരം പ്രയോഗിക്കുന്നത് തന്നെ രാജ്യസഭ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന വേറൊരു സംവിധാനം. അങ്ങനെ ഒരു സാമാന്യം വൃത്തിയുള്ള രീതിയിൽ നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഭരണഘടന എന്നത്. ഈ ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ കടം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇപ്പൊ കേരളത്തിൽ പണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവമാരെടുത്ത് പുട്ടടിക്കും. ഇതാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. ആരാണ് പുട്ടടിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നുള്ള ബേസിക് ധാരണ പോലും ഇല്ലാത്തവരാണ്. പുട്ടടിക്കുന്നവരെ, കക്കുന്നവരെ, കള്ളക്കണക്കുണ്ടാക്കുന്നവരെ ആണ് സംസ്ഥാനത്ത് അധികാരത്തിലിരുത്താൻ ഈ സംസ്ഥാനത്ത് ജനങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ്. സംസ്ഥാന സർക്കാരിന് നിയമം പാസ്സാക്കാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അതല്ലെങ്കിൽ ആ പാസ്സാക്കിയ നിയമത്തിന്റെ മുകളിൽ ഇരിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട്. ഏത് ഗവർണർ? ഒരു തരത്തിലുള്ള മാനദണ്ഡവും ഇല്ലാതെ നിയമിക്കപ്പെടുന്ന ഗവർണർ എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെയും വസ്തുതകൾ അന്വേഷിച്ചു പോകാനുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും ഒരിടത്തും നിർവചിക്കപ്പെടാത്ത ഒരു ഗവർണർക്ക് സംസ്ഥാനം പാസ്സാക്കുന്ന നിയമത്തിന്റെ പുറത്ത് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. അവരാണ് നിർഭാഗ്യവശാൽ പത്രപ്രവർത്തകരുടെ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇമ്മാതിരിയുള്ള അസംബന്ധം പറഞ്ഞു നടക്കുന്നത്. അവരുടെ കണക്കുകളാണ് പലപ്പോഴും സുപ്രീം കോടതി വന്നു കഴിയുമ്പോൾ ഇത് എന്താണ് നിയമം എന്ന് അവസാനം തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണല്ലോ. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി പലപ്പോഴും ഗവർണർമാരെ ശാസിക്കുന്നത്? എത്ര കേസുകളിലാണ് ഗവർണർമാർ നാണം കെട്ടിട്ടുള്ളത്? നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്.
അപ്പം ഇത് രാജ്യം എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത വിഡ്ഢികളായിട്ടുള്ള മനുഷ്യർ പത്രപ്രവർത്തകരുടെ രൂപത്തിൽ ഇറങ്ങിയിട്ട് അവർ ഈ കള്ളക്കണക്കുകൾ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു നടക്കുകയാണ്. നമ്മുടെ ഒരു സങ്കടം എന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ മറികടക്കാനുള്ള ഒരു വാർത്താവിനിമയ സംവിധാനം, ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇടതുപക്ഷ സർക്കാരിനെതിരെ എനിക്ക് ധാരാളം പരാതികളുണ്ട്. എനിക്ക് CPM-ന്റെ പല നയങ്ങളുമായിട്ട് എനിക്ക് ധാരാളം പരാതികളുണ്ട്. ഞാനത് പലപ്പോഴും ഉറക്കെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ, ഇത് ഇപ്പൊ നരേന്ദ്രമോദി 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തെ പ്രധാനമന്ത്രി അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹം ഈ നാടിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ നയത്തോട് എനിക്ക് എതിർപ്പുണ്ടാകും പല കാര്യങ്ങളിലും. പക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്നുള്ളതും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ് എന്നും പറയാൻ എനിക്കതിൽ പ്രത്യേകിച്ച് ഒരാളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അത്ര വളരെ വളരെ അടിസ്ഥാനപരം. കാരണം എന്നെ പോലെയുള്ള മനുഷ്യരാണ് ഇത് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും. ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. പക്ഷേ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ അംഗീകരിക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തമാണ്. നയങ്ങൾ എതിർക്കുക എന്നുള്ളത് വേറെയാണ്. അദ്ദേഹം ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം ഓരോ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു അതിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല. അതൊരു ജനാധിപത്യ, അത് ബാക്കിയുള്ള അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ബാക്കിയുള്ള മനുഷ്യരുടെ കാണിക്കുന്ന മര്യാദകളാണ്. അതുപോലെ തന്നെയാണ് ഭരണഘടനാനുസൃതമായി സംസ്ഥാനത്ത് ഒരു സർക്കാർ നിൽക്കെ അതിനുള്ള അവകാശങ്ങൾ ഇല്ല എന്ന് പറയുക, സർക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയും. ഇതിപ്പോ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ പണമൊക്കെ എടുത്ത് ഒട്ടടിച്ചു എന്നുള്ള മട്ടിലാണ് ഒരു ചർച്ച തുടങ്ങി വെച്ചത്. പിന്നെയാണ് അതിന്റെ ഈ പുറകിലേക്കൊക്കെ പോകുന്നത്. ഇമാതിരിയുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് അതീവ ഖേദകരമായ ഒരു കാര്യമാണ്. ഞാനിത് എത്രയോ കാലമായിട്ട് പറയുന്നതാണ്. നിയമസഭ നമ്മൾ ക്യൂ നിന്ന് പാർലമെന്റിനെ അസംബ്ലി തിരഞ്ഞെടുത്താൽ അതിന്റെ പുറത്ത് അവർ പാപ്പാക്കുന്ന നിയമത്തിന്റെ പുറത്തിരിക്കാൻ ഭരണഘടനാപരമാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതിക്ക് പറ്റും. വേണോ വേണ്ടെന്ന് വീണ്ടും പറയാൻ നമ്മളെ കൊണ്ട് പറ്റും. ഈ ഗവർണർക്കോ പ്രസിഡന്റിനോ അതിനുള്ള അവകാശമില്ല എന്നുള്ളത് സുവിദിതമാണ്. നമ്മുടെ ഭരണഘടന വളരെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒരു സ്റ്റേറ്റിന് എത്ര കടമെടുക്കാം എന്നുള്ളത് ആ സ്റ്റേറ്റിന്റെ തീരുമാനമാണ്. അതിന്റെ ഭരണഘടനയുടെ ചില കാര്യങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അതിന്റെ പുറത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് തരുന്ന പണവും മറ്റു പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് സംസ്ഥാനങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്ഥാന സർക്കാരുകൾക്കുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഇമ്മാതിരി പണിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള, അതിനെ പിന്തുണയ്ക്കുന്ന, നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ ഭരണഘടനയൊക്കെ ആവിയാക്കി കളയുന്ന പരിപാടിക്കാണ് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പൊ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത് അങ്ങേയറ്റം ശരിയായ കാര്യങ്ങളുടെ പുറത്തുള്ളതാണെങ്കിൽ നമ്മളൊക്കെ, എനിക്ക് അതിനെ കാര്യത്തിൽ തർക്കം വരില്ല. നമ്മളൊക്കെ അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. ഇപ്പം നമ്മൾ കാണുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക്, ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് കിട്ടേണ്ട ന്യായമായിട്ടുള്ള അവകാശങ്ങൾ തരാതിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനുള്ള ശ്രമമാണ് കേരളത്തിലെ ഒരുപറ്റ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ നാട്ടിലെ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരത. ഇവരൊക്കെ ശമ്പളം വാങ്ങുന്നത്, ഇവരൊക്കെ വാട്ടവർ മണി ദ ഗെറ്റ്, അത് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ മനുഷ്യരുണ്ടാക്കുന്ന അവരുടെ പണത്തിൽ നിന്നാണ്, അവർ ചെലവാക്കുന്ന പണത്തിൽ നിന്നാണ് ഇവരൊക്കെ ശമ്പളം വാങ്ങുന്നതും ഇവരൊക്കെ ജീവിച്ചു പോകുന്നു. ആ മനുഷ്യരോടാണ് ഇവർ ഈ ക്രൂരത കാണിക്കുന്നത് എന്നുള്ളതാണ്. ജേക്കബ് ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ അവസാനമായിട്ട്, ഇപ്പോൾ നമ്മളിത് ഈ ചർച്ച തുടങ്ങിയ, അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ നിധിയിലെ ചെലവ് കണക്ക് അവതരിപ്പിച്ച് തുടങ്ങി, പിന്നീട് അത് ഊതിപ്പെരുപ്പിച്ച കണക്കായി, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് പോലും കിട്ടില്ല എന്നുള്ള വിമർശനങ്ങളായി, അത് ഏറ്റുപിടിക്കുന്ന പ്രതിപക്ഷമായി, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആത്യന്തികമായി സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് പറഞ്ഞാലും കേന്ദ്രം എന്തോ ഔദാര്യമായിട്ട്, ഇവിടെ ഒരു ദുരിതമുണ്ടായി, നിങ്ങളെ സഹായിക്കാനായിട്ട് ഔദാര്യമായിട്ട് കേന്ദ്രം എന്തോ തരണം, അല്ലെങ്കിൽ തരേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ തരുന്നതൊക്കെ ഔദാര്യമാണ് എന്നുള്ളൊരു മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇങ്ങനെ ഒരു ദുരിതം ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടായാൽ ആ പ്രദേശത്തെ സഹായിക്കുക എന്നുള്ളത്, ആ മനുഷ്യരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്നും അത് അവരുടെ ബാധ്യതയാണെന്നും ഉള്ള തോന്നലിൽ നിന്ന് ഇതെന്തോ ഔദാര്യമാണ്, പ്രധാനമന്ത്രി വന്ന് സന്ദർശിച്ച് കണ്ട് അദ്ദേഹത്തിന് സഹതാപം തോന്നിയാൽ നൽകാവുന്നൊരു സഹായം മാത്രമാണ് എന്നുള്ള മട്ടിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യർ പറയേണ്ടത്, ഇപ്പൊ 2016 ഈ സർക്കാർ അധികാരത്തിലായിരുന്നത്. 2012 മുതലുള്ള കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ എവിടെയെങ്കിലും ദുരിതാശ്വാസത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾ, UDF സർക്കാർ, LDF സർക്കാർ, 2012 മുതൽ കണക്ക് ഇപ്പം നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. CAG റിപ്പോർട്ടുകൾ എത്രയോ കാലമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ എവിടെയെങ്കിലും സാധാരണഗതിയിൽ CAG ഒബ്ജക്റ്റ് ചെയ്യാറുള്ള കാര്യങ്ങളല്ലാതെ ധൂർത്താണ് ഇതുപോലെ ഒരു ശവസംസ്കാരത്തിന് 75,000 രൂപ ചെലവാക്കി, പക്ഷെ അതിന്റെ ബില്ലുകൾ കാണുന്നില്ല.
എന്നുള്ള മട്ടിൽ എവിടെയെങ്കിലും എന്നെങ്കിലും ഒരു CAG റിപ്പോർട്ട്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം സാധാരണഗതിയിൽ ക്രമം വിട്ട് ചെലവാക്കി എന്നുള്ളതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തെളിവ് കൊടുത്തിട്ടാണ് ഈ മനുഷ്യർ ഇത് സംസ്ഥാന സർക്കാരിനെതിരെ പറയുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി കൈയും മെയ്യും, സംസ്ഥാന സർക്കാർ എന്ന് ഞാൻ പറയുമ്പം സർക്കാർ മാത്രമല്ല, ഈ നാട്ടിലെ മനുഷ്യർ, ആ മനുഷ്യരുടെ മുമ്പിൽ സർക്കാർ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മലയാളി ഒറ്റക്കെട്ടായിട്ടാണ് ഈ കാര്യത്തിലുള്ളത്. ഈ രാജ്യത്തെ മനുഷ്യർ, ഈ സംസ്ഥാനത്തെ മനുഷ്യർ, സംസ്ഥാനത്തിന് പുറത്തുള്ള മനുഷ്യർ ഒരുമിച്ചിറങ്ങുമ്പം അവരെ മുഴുവൻ താറടിക്കാൻ, അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളെ സംശയത്തിന് നിഴലിലാക്കാൻ ഈ വിഡ്ഢികളായ മനുഷ്യർക്ക് എന്ത് അവകാശമുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ അവർ പറയേണ്ടത്. ഇവർക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകാത്തതാണോ? ഇവർക്ക് ഈ രാജ്യത്തെ രാഷ്ട്രീയം ബോധ്യമില്ലാത്തതാണോ? അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഈ പണി നിർത്തി പോകേണ്ടതാണ്. കാരണം ഇവർക്ക് എഴുത്തും വായന അറിയാവുന്ന മനുഷ്യരാണ് ഈ സംസ്ഥാനത്തുള്ള 90% മനുഷ്യരും. അവരോടാണ് ഈ കള്ളക്കണക്ക് പറയുന്നത്, അവരോടാണ് ഈ ജനാധിപത്യ വിരുദ്ധത പറയുന്നത്, അവരോടാണ് ഈ ക്രൂരത പറയുന്നത്. സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും ഉത്തരവാദിത്തമാണ് ഈ മനുഷ്യർ. അതിനൊക്കെ നേരത്തെ പറഞ്ഞ പോലെയാണ്. അതിൻ്റെ അകത്ത് ഈ രാജ്യം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഒരു മനുഷ്യർക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആരാണ് ഇതിനൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവിധാനത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം ചില സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ നിറവേറ്റുകയും ചില സംസ്ഥാനങ്ങൾ നിറവേറ്റാതിരിക്കുകയും ചെയ്യുമ്പം ആ വിവേചനത്തെക്കുറിച്ച് പറയുകയും ആ വിവേചനം അവസാനിപ്പിക്കാനുള്ള വലിയ ബഹുജന അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യുന്നതിലാണ് ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതിനു പകരം ചെയ്യുന്നത് ഈ ദുരന്തത്തിന് ഇരയായ മനുഷ്യരുടെ പുറത്ത് വീണ്ടും അവരുടെ ക്രൂരത, അവരുടെ വിവരക്കേടിന്റെ രൂപത്തിൽ, അവരുടെ സെറ്റ് ചെയ്ത അജണ്ടയുടെ രൂപത്തിൽ അവർ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് ഒരു ജനാധിപത്യം എന്നൊക്കെ വിട്ടേക്കും, സിവിലൈസ്ഡ് ആയിട്ടുള്ള, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സിവിലൈസ്ഡ് ആയിട്ടുള്ള അടിസ്ഥാന സംസ്കാരമുള്ള മനുഷ്യർക്ക് ചേരുന്ന പണികളല്ല കേരളത്തിലെ ഒരുപറ്റം മാധ്യമ പ്രവർത്തകരും. ജേക്കബ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇതിപ്പോൾ 2018 2019 ഇതിനു മുമ്പ് ഇപ്പോൾ പെട്ടിമുടിയിലോ അല്ലെങ്കിൽ കവളപ്പാറയിലോ ഒക്കെ ദുരന്തമുണ്ടായ സാഹചര്യത്തിലൊന്നും നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ഇത്തരം എന്താ പറയുക, ചെലവിൻ്റെ എന്ന് പറഞ്ഞ് കണക്ക് അവതരിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഊതിയുറപ്പിച്ച കണക്ക്, ഇങ്ങനെയുള്ള തർക്കങ്ങളൊന്നും നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ഇതിപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിന് ശേഷമാണ് നമ്മളുടെ മുമ്പിലേക്ക് ഇത് വരുന്നത്. ഇതൊരുപക്ഷെ ഭാവിയിൽ ഇനിയും പ്രകൃതി ദുരന്തങ്ങൾ ഒരുപക്ഷെ സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചേക്കാം. അത്തരം എന്തെങ്കിലും ഉണ്ടായാൽ അവിടേക്ക് മലയാളി ഒന്നായി ഓടിയെത്തുന്നൊരവസ്ഥ, അത് അത്തരമൊരവസ്ഥയ്ക്ക് പോലും, അല്ലെങ്കിൽ അങ്ങനെ ഓടിയെത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയത്തിന് പോലും കാരണമാകുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചിട്ടില്ലേ? സാധ്യതയുണ്ട്, എത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യത്തെ തോന്നല് ഈ പണം ഇവർ വേണ്ടാതിനും ചെലവാക്കുമല്ലോ എന്നുള്ളൊരു തോന്നല് വരാൻ സാധ്യതയുണ്ട്. അത് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അതിനെ മറികടക്കാനുള്ള പ്രചരണം സംസ്ഥാന സർക്കാരും നമ്മുടെ നാട്ടിലെ ഓരോ മനുഷ്യരും ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനെ നിയമപരമായി നേരിടുക എന്നുള്ളതാണ്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നുണ പറഞ്ഞ് നടക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ നിയമമുണ്ട്. മറ്റുള്ളത് എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് നുണ പറയാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എനിക്ക് നുണ പറയുന്നതിൽ അതിനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായി ബന്ധപ്പെട്ട് അത് ദുരിതാശ്വാസത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൽ നിയമ നടപടികൾ എടുക്കണം. ഇതിനെതിരെ പറഞ്ഞു നടന്നവർക്കെതിരെ കേസെടുക്കണം. അപ്പൊ കേസെടുത്തു കഴിയുമ്പം ഇതൊരു ചർച്ചയാവും, ദേശീയ തലത്തിൽ ചർച്ചയാവും. കാരണം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സാധാരണഗതിയിൽ പത്രസ്വാതന്ത്ര്യത്തിന്റെ അവസാനം വരെ പരിരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞ മനുഷ്യർക്കെതിരെ കേസെടുത്തു എന്നുള്ള ഒരു ചോദ്യം ദേശീയ തലത്തിൽ തന്നെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കാര്യം സംസ്ഥാന സർക്കാരിന് വിശദീകരിക്കാനുള്ള ഒരു അവസരം കിട്ടും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഈ കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള നിയമ നടപടി, നിയമത്തിന്റെ അവസാനത്തെ, സാധാരണഗതിയിൽ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരുകൾക്ക്, ഒരു തരം സർക്കാരുകൾക്കും ഒരു തരത്തിലുള്ള റോളുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ ഭരണഘടനയുടെ 19ാം അനുച്ഛേദം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയാനുള്ള അവകാശം നമുക്ക് തരുന്നു. അതിന്റെ പുറത്തുള്ള ഒരു തരത്തിലുള്ള നിയന്ത്രണവും സംസ്ഥാന സർക്കാരുകൾക്ക് പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ
ഇത് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ കഞ്ഞിയിൽ പാറ്റയിടാനുള്ള ശ്രമമാണ്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതിശക്തമായിട്ട് ഉപയോഗിക്കുക. അതിശക്തമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പം ഈ കള്ളക്കണക്ക് മനുഷ്യർക്ക് മനസ്സിലാവും. അത് ചെയ്തില്ല എങ്കിൽ ഇപ്പൊ രാജീവ് പറഞ്ഞ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ നിയമ നടപടിയായിട്ട് സർക്കാർ മുമ്പോട്ട് പോയാൽ ഇവരൊക്കെ എന്തുകൊണ്ട് ഇവർ പറഞ്ഞു, ഈ ദുരിതാശ്വാസ നിധി എന്തുകൊണ്ട് ബന്ധപ്പെടുത്തി എന്നുള്ളതിനെ കുറിച്ച് ഉത്തരം അവർ പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരുമ്പോഴാണ് അങ്ങനെ ഒരു ചർച്ച വന്നു കഴിയുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന് പറയാൻ പറ്റും ഞങ്ങൾ ഇങ്ങനെയാണ് പണം ചെലവാക്കിയത് എന്ന്. അതില്ല എങ്കിൽ രാജീവ് പറഞ്ഞ അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എന്നാണ് എനിക്കെപ്പോഴും തോന്നുന്നത്. കാരണം ഈ മറ്റ് വേർഷൻ എത്തിപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അനുസരിച്ച് ഇപ്പം വളരെ പതുക്കെയാണ്. ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ്. ഈ നുണ നമ്മളൊക്കെ നിരന്തരം പറയുന്നത്, നുണ ലോകം ചുറ്റി സഞ്ചരിച്ച് വരുമ്പോഴത്തേക്കും സത്യം ചെരുപ്പിട്ടിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ആ കാര്യത്തിലേക്ക് യാതൊരു തർക്കമില്ല. മലയാളിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതൊക്കെ നമ്മളൊക്കെ തീരുമാനം എടുക്കുന്ന നമ്മളുടെ അറിവ് ഇൻഫർമേഷന്റെ പുറത്താണ്. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ മാധ്യമങ്ങളെ വിശ്വസിക്കുന്നു. അപ്പോൾ അവർ കൊടുക്കുന്ന വാർത്ത വിശ്വസിക്കും. അപ്പൊ മറ്റതാണ് വസ്തുത എന്ന് ആളുകൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതേ ഫോഴ്സോടുകൂടി ഇവർ എത്ര സീരിയസ് ആയിട്ട്, എത്ര ബലത്തിൽ, എത്ര ശക്തിയോടുകൂടിയാണ് ഈ നുണപ്രചരണം നടത്തിയത്, അതിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തിയോടുകൂടി തന്നെ സർക്കാർ ഇതിനകത്ത് ഇടപെടേണ്ടി വരും. ഇടപെട്ട് കഴിഞ്ഞ് മനുഷ്യരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അതില്ല എങ്കിൽ ഈ പ്രശ്നം വരും. എല്ലാ കാലവും കേരളത്തിൽ LDF സർക്കാർ തന്നെ ആയിരിക്കണം ഭരിക്കണമെന്നുള്ള വാശിയൊന്നും നമുക്കില്ല. UDF സർക്കാർ ചിലപ്പോൾ അധികാരത്തിൽ, എന്തിനാ ചിലപ്പോൾ ഒരു BJP സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കാൻ മലയാളി ഉണ്ടാവണം. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസം മനുഷ്യർക്കുണ്ടാകണം. സർക്കാർ തെറ്റുപറ്റില്ലെന്നോ സർക്കാർ തോന്നിയാസം കാണിക്കില്ലെന്നോ സർക്കാർ തൂത്തടിക്കില്ലെന്നോ ഒരു വാദവും എനിക്കില്ല. ഇതൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് വരും. പക്ഷെ അതൊക്കെ അങ്ങനെ വരുമ്പോഴാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല അത് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതുകൊണ്ട് അതിശക്തമായ നിയമ നടപടി എടുക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ മറികടക്കാൻ മറ്റൊരു വഴിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. അതാണ് ദുരിതാശ്വാസത്തിൻ്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങൾക്കപ്പുറം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നേരിടാനുള്ള മലയാളിയുടെ മനസ്സിനെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള പ്രചാരണത്തിലേക്ക് ഈ ദുഷ്കണക്കുകൾ എത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.